ഹലോ ഹായ്. ഈ ഒരു വീഡിയോ ജോർജിയയിൽ ഹയർ സ്റ്റഡീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. റീസെന്റ് ജോർജിയൻ ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട 2 പുതിയ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ആ ഒരു നിയമത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിൽ മെഡിസിൻ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ആ രാജ്യത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ഇനി പഠിക്കാൻ കഴിയില്ല. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനി അഡ്മിഷൻസ് എടുക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയൻ ഗവൺമെന്റ് ഇതിന് പറയുന്ന ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ജോർജിയയിൽ ഓൾറെഡി ഒരുപാട് ഡോക്ടേഴ്സിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ജോർജിയൻ സിറ്റിസൺസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇനി മുതൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ഓഫ് കോസ്റ്റിന് പഠിക്കാൻ കഴിയും. ഏകദേശം 5 യൂണിവേഴ്സിറ്റികളാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുള്ളത്. ഏകദേശം 14 യൂണിവേഴ്സിറ്റികളാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നമ്മൾ പോയി പഠിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇത് ഇന്ത്യൻ സ്റ്റുഡൻസിന് 2024-25 കണക്ക് പ്രകാരം ഏകദേശം അവിടെ പഠിക്കാൻ വന്നിട്ടുള്ള 80% സ്റ്റുഡൻസും ഇന്ത്യൻസ് ആണ്. 2024-25 എമിഗ്രേഷൻ കണക്ക് പ്രകാരം 38,000 സ്റ്റുഡൻസ് ആണ് ജോർജിയയിൽ ഹയർ സ്റ്റഡീസിനായിട്ട് വന്നിട്ടുള്ളത്. അതിൽ 80% സ്റ്റുഡൻസും ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസിനെയാണ്. അതിൽ ഈ പറയുന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനും അതുപോലെ GCC രാജ്യങ്ങളിലെ സ്റ്റുഡൻസിനൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടും. ബത്തുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ടിബ്ലിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അക്കാക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇതിനകത്ത് പെടുന്ന യൂണിവേഴ്സിറ്റികളാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് ടിബ്ലിസിയിലും അതുപോലെ തന്നെ ബത്തൂമിയിലും അതുപോലെ പല സിറ്റികളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കമ്പാരിറ്റീവ്ലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളേക്കാൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് വരുന്നത്. ഫീസ് കുറച്ച് കുറവാണ്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് പുതുതായിട്ട് വന്നുള്ള നിയമം. അതുപോലെ തന്നെ മറ്റൊരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിലേക്ക് ഒരു സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബുകൾ ചെയ്യുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ്. നോർമലി ജോർജിയയിൽ പോയി കഴിഞ്ഞാൽ എന്ത് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഡെലിവറി ജോലിക്ക് പോകുന്നതിലും അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നതിലും അങ്ങനെ കുറച്ച് സാധാരണ നോർമലി നമ്മുടെ സ്റ്റുഡൻസ് ചെയ്യുന്ന ജോലികളാണ് ഇത്തരത്തിലുള്ള ജോലികളെല്ലാം. ഇത്തരം ജോലികൾക്കൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള 2 പുതിയ നിയമങ്ങളാണ് ജോർജിയ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ജോർജിയയിൽ ഹയർ സ്റ്റഡീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യാം. താങ്ക്